നമ്മൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രിവെൻറ്റീവ് പറഞ്ഞു, നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. അതിൽ വളരെ ഇഫക്റ്റീവ് ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എക്സസൈസിന്റെ ഒരു ട്രെൻഡും കൂടെ ആണ്. എല്ലാരും ജിമ്മിൽ പോവുക അല്ലേ? അതെ, എവറിബഡി ഈസ് ഫിസിക്കലി ആക്റ്റീവ്, ട്രൈങ് ടു ബി ആക്റ്റീവ് അല്ലേ? അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുകയാണ്, നമ്മൾ ഓഫീസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാഫ് റേസ് ചെയ്ത്, അതായത് ഹീലൊന്ന് നമ്മുടെ ഉപ്പൂറ്റി ഒന്ന് ഉയർത്തിയിട്ട് താഴെ വെക്കുക. അപ്പൊ ഇതെന്താ വെച്ചാൽ അവിടുത്തെ മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ഈ ചെറുവിരൽ ഇങ്ങനെ പൊക്കിയിട്ട് ചെറുവിരൽ താഴെ വെച്ചിട്ട് ഉപ്പൂറ്റി മാത്രം ഇങ്ങനെ പൊക്കുക. ഈ ഒരു പൊസിഷൻ പോലെ. അതെ അതെ. അപ്പൊ അത് എന്ത് പറ്റുന്ന വെച്ചാല് അവിടെയുള്ള മസിൽസ് ഉണ്ട്, ഗ്യാസ്ട്രീമിയസ് സോളിയസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാഫ് മസിൽസ് ഇല്ലേ, അപ്പൊ അതിനെ മസാജ് ചെയ്യും. അപ്പൊ ആ ബ്ലഡ് സർക്കുലേഷൻ ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതിനെ പമ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ അതിന്റെ ആക്ടിവിറ്റി നല്ലോണം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ലോണം പ്രിവെന്റ് ചെയ്യാനും പറ്റും, ട്രീറ്റ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ട വാക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ നടന്നാൽ മാത്രമേ ഈ മസിൽസ് ഒക്കെ അനങ്ങത്തുള്ളൂ. അതെ, ഇപ്പൊ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, 8 hours ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും വാക്ക് ചെയ്യണം. അതെ, മടി പിടിക്കരുത് അല്ലെ. അപ്പൊ ഞാൻ പേഷ്യൻസിന്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ, സപ്പോസ് നമുക്ക് എല്ലാ ദിവസം വാക്ക് ചെയ്യാൻ സമയമില്ലെങ്കിൽ കാറ് ദൂരത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ടിട്ട് നടന്നു വരും ഓഫീസിലേക്ക്. കാരണം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. പിന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങുക, അതൊക്കെ ഈ കാഫ് മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടും അതിന്റെ പമ്പിങ് മെക്കാനിസം ഇമ്പ്രൂവ് ചെയ്യാൻ, ഈ വാൽവുലാർ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതും കൂടെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും, പിന്നെ നമുക്കറിയാലോ ഇപ്പം നമ്മുടെ പേരൻസിനുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ നേരത്തെ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ടും പറ്റും.